ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. കാലം സകലത്തിനെയും ഞൊടിയിടയിൽ മായ്ക്കുന്ന കടലാണ്. എന്നിട്ട് ഇതേ കാലം ചില ഓർമ്മകളുടെ സുഗന്ധങ്ങൾ തലമുറകൾക്ക് വേണ്ടി കരുതി വെക്കുന്നുണ്ട്. ചില പാദമുദ്രകൾ തിരയെടുക്കാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു പാദമുദ്ര നമ്മുടെ ഈ ദേശത്തെ കുന്നിന് മുകളിലുണ്ട്. മലയാറ്റൂർ മലമുകളിലാണ്. മലയും ആറും ഊരും ഒക്കെ കൂടി ചേർന്നിട്ട് വല്ലാത്തൊരു പദമാണ് ഈ മലയാറ്റൂർ എന്ന് പറയുക. അതിന് മുകളിൽ പതിഞ്ഞിട്ടുള്ളൊരു പാദമുദ്ര. വേറൊരു ദേശത്തുനിന്ന് വന്ന് ആ ദൂതിൻ്റെ സ്നേഹദൂതിൻ്റെ അഞ്ചലോട്ടക്കാരനായി എത്തി കടന്നുപോയൊരു മനുഷ്യൻ്റെ കാൽപാദങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നൊരിടം. അതിൻ്റെ യുക്തി, ചരിത്രപരത എന്നിവയേക്കാൾ കൂടുതലായിട്ട് എന്നെ അത് സ്പർശിക്കുന്നതിൻ്റെ കവിത കൊണ്ടാണ്. എങ്ങനെയൊക്കെയോ ഒരു സംസ്കാരത്തിന് മീതെ പതിഞ്ഞ ഒരു കാൽപാദം. ആ കാൽപാദം നിലനിൽക്കണമെന്ന് പ്രകൃതിയോ ദൈവമോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. സുഹൃതങ്ങളുടെ കാൽപാദങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവണം. ഇങ്ങനെ ഒരു കാറ്റിനോ മായ്ക്കാനാവാത്ത വിധത്തിൽ, ഒരു കടലിനും എടുക്കാനാവാത്ത വിധത്തിൽ. അപ്പോസ്തലന്മാരുടെ കഥകളിലൊക്കെ പിന്നെയും ചില ഇത്തരം പതിഞ്ഞു പോയ കാൽപാദങ്ങളുടെ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അത്തരത്തിൽ ഒന്നിങ്ങനെ റോമിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. വല്ലാത്തൊരു പീഡാ അനുഭവത്തിൻ്റെ കാലം വരുന്നുവെന്ന് അകക്കണ്ണിൽ കണ്ടെത്തിയ പത്രോസ് ഒരു നിമിഷം ഭീരുവാവുകയാണ്. അയാൾ ഇങ്ങനെ നഗരം വിട്ടു പോകാനായിട്ട് തീരുമാനിക്കുന്നു. ഒരു കുടിസ് വഴിയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് കടക്കുമ്പോൾ എതിരെ ഒരാളിങ്ങനെ തലയെടുപ്പോട് കയറി വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ സന്ധിക്ക് ഈ നഗരത്തിൻ്റെ ഈ കുടിസ് വഴിയിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന ആളെന്ന് അറിയാനായിട്ടൊരു താല്പര്യം, ഒരു കൗതുകം പത്രോസിനുണ്ടായി. പത്രോസ് ഒരു കുശലം ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നത്? കോവാദിസ്. ഉത്തരം കൊടുക്കുന്നതിന് പകരമായിട്ട് അതേ ചോദ്യം തന്നെ ഇതേ അധരത്തിനെതിരെ വരുന്ന ആളുടെ അധരങ്ങളിൽ നിന്ന് മുഴങ്ങുകയാണ്. അങ്ങനെ വല്ലാത്ത മുഴക്കമുണ്ടായിരുന്നു. കോവാദിസ്, നീ എങ്ങോട്ടാണ്? വളരെ പെട്ടെന്ന് പത്രോസ് ആ ശബ്ദം തിരിച്ചറിഞ്ഞു. താനിങ്ങനെ ഒരു ഭീരുവിനെ കണക്ക് ഈ നഗരത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ പുതിയ കുരിശുമരണങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പുതിയ കുരിശുമരത്തിന് വേണ്ടി ആ ക്രിസ്തു ഇങ്ങനെ തലയെടുപ്പോട്ട് അകത്തേക്ക് പ്രവേശിക്കുക. പത്രോസ് ഇങ്ങനെ വാവിട്ട് കരഞ്ഞെന്നാണ് പറയുന്നത്. അയാൾ നിന്ന ആ പാറമേൽ അയാളുടെ കാൽമുദ്ര പതിഞ്ഞതായിട്ടൊരു പാരമ്പര്യം റോമയിൽ നിന്നുണ്ട്. ഒക്കെ ഓരോരോ ദേശങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ആ ഭംഗിയുള്ള ആത്മീയ വിചിന്തനങ്ങളെ സഹായിക്കുന്ന രൂപകങ്ങൾ തന്നെ, സ്പിരിച്വൽ മെറ്റഫറുകൾ തന്നെ. ഭൂമിയിൽ എന്തുമാത്രം പേര് പടയോട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ടും ഈ പടയോട്ടങ്ങൾ നടത്തിയവർക്കൊക്കെ എന്നാ സംഭവിച്ചു? എനിക്ക് തോന്നുന്നു ഏതെങ്കിലും തരത്തിൽ കാലത്തെ അതിജീവിക്കുന്നവർക്ക് സനാതനമായ ചില മൂല്യങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണം. യേശുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്തരം മനുഷ്യരുടെ ഓർമ്മകൾ 12,000 വർഷങ്ങളായിട്ട് നിലനിൽക്കണമെങ്കിൽ ആ സ്നേഹമെന്ന് പറയുന്ന സനാതന മൂല്യത്തിൻ്റെ ഓട്ടക്കാരായിട്ട് അവർ മാറിയതുകൊണ്ടാണ്. അതിനകത്താണ് അവർ ഓടി വീണ് തളർന്ന് മരിച്ചതുമൊക്കെ. മാരത്താൻ ഓട്ടങ്ങളെക്കുറിച്ചുള്ള നമുക്കറിയാവുന്ന ആ ഒരു ആരംഭകഥ കണക്കാണ് യുദ്ധം ജയിച്ച ഒരു ദേശത്തെ ആ വാർത്ത അറിയിക്കാനായിട്ട് നിശ്ചയിക്കപ്പെട്ട ഒരു ദൂതൻ. മാരത്താൻ എന്ന് പറയുന്ന സ്ഥലത്ത് 2500 വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രപരത അർഹിക്കുന്ന, ചരിത്രമെന്ന് തന്നെ കരുതാവുന്ന ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച കാര്യമാണ്. എന്നിട്ട് ഗ്രീസ് ജയിച്ചു എന്നുള്ള വാർത്ത അറിയിക്കാനായിട്ട് ഇയാളെ ഏൽപ്പിക്കുന്നു. ഒരു സെക്കൻഡ് പോലും അയാൾ വിശ്രമിക്കുന്നില്ല. കാരണം ആ വാർത്ത അറിയിച്ചേ അയാൾക്ക് പറ്റൂ. അത് അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഇരവുകളില്ലാതെ, വിശ്രമം അറിയാതെ, ജലപാനമില്ലാതെയൊക്കെ ഓടി ഓടിയെത്തി ഈ മനുഷ്യൻ തങ്ങൾ വിജയിച്ച വാർത്ത വിളിച്ചു പറയുകയും പിന്നീട് തളർന്നു വീണ് മരിക്കുകയും ചെയ്തു. അയാളുടെ ഒരു സ്മൃതിയിൽ നിന്നാണ് ആ ദീർഘദൂര ഓട്ടങ്ങളുടെയൊക്കെ ഒരു ചരിത്രം ആരംഭിക്കുന്നത്. മാരത്താൻ റേസ് എന്നൊക്കെ പറയുന്ന കാര്യം ആരംഭിക്കുക. ഇത് കണക്ക് എത്ര സാർത്ഥവാഹക സംഘങ്ങളിൽപ്പെട്ട മനുഷ്യർ, എത്ര ഗുരുപാരമ്പര്യങ്ങളിൽപ്പെട്ട മനുഷ്യരാണ് ഈ ഭൂമിയുടെ അതിരുകളിലേക്കൊക്കെ പോയിട്ട് ഈ നന്മയുടെയും സ്നേഹത്തിൻ്റെയും കഥകൾ പറഞ്ഞിട്ട് മറ്റൊരു ജീവിതം സാധ്യമാണെന്ന് ഭൂമിയെ ഓർമ്മിപ്പിച്ചിട്ട് ഇങ്ങനെ നിലനിൽക്കുന്ന ജീവനെക്കുറിച്ച് പറഞ്ഞ് നമസ്തേ എന്ന് പറഞ്ഞിട്ട് കടന്നു പോയിട്ടുള്ളത്. അത്തരം ഒത്തിരി മനുഷ്യരുടെ ശ്രേണിയിൽ നിന്ന് നിശ്ചയമായിട്ടും ഭൂമിയുടെ നമസ്കാരം അർഹിക്കുന്ന ദിദിമൂസ. നമുക്കറിയാം ഈ വാക്കിൻ്റെ അർത്ഥം ഇരട്ട എന്നാണ്. എന്തുകൊണ്ടാണ് ആ പദം അങ്ങനെ വരുന്നതെന്നതിനെക്കുറിച്ച് കാര്യമായ ധാരണയില്ല. ഒരു വിശദീകരണം ഇങ്ങനെയാണ്, അത്രയും യേശുവുമായിട്ട് ഈ മനുഷ്യൻ ഐഡൻറ്റിഫൈഡ് ആയതുകൊണ്ട് യേശുവിൻ്റെ തന്നെ ഇരട്ടയെന്ന് ഉള്ള വിശേഷണത്തിലായിട്ടാണ് ഈ പദം ഉപയോഗിക്കുന്നതൊക്കെയുള്ള
ചില ആദ്യകാല വായനകളുണ്ട്. നമുക്കറിയാം ഭാരതത്തിലെ സഭ മാത്രമല്ല, പിന്നെയും പലയിടങ്ങളിലെ സഭ തങ്ങളുടെ ആ ഒരു ആരംഭക്കാരനായിട്ട്, തങ്ങളുടെ ആ ഒരു വിശ്വാസത്തിൻ്റെ വിത്ത് വിതച്ച ഒരാളായിട്ട് തോമസിനെ പരിഗണിക്കുന്നുണ്ട്. അത്തരമിടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്ന വിശദീകരണങ്ങളിൽ ഒന്നാണിത്. ഇങ്ങനെ യേശുവിൻ്റെ തന്നെ ഒരു പകരക്കാരനായിട്ട്, ചിലപ്പോൾ മനഃശാസ്ത്രപരമൊക്കെ ആയിട്ട് തോമസിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നവർ പറയാറുണ്ട്, അത് ഈ മനുഷ്യൻ്റെ തന്നെ ഇങ്ങനെ ദ്വന്ദ്ം, ഇങ്ങനെ ഡബിളെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഒരേ സമയത്ത് ഇങ്ങനെ സംശയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മനുഷ്യനായിട്ട് നിൽക്കുക എന്നൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ അവരുടെ ഒരു ചിന്തയുടെ ഒരു പരാമർശിച്ച വിഷയമായിട്ടുണ്ടാവാം. അപ്പോൾ എന്തും നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെ സനാതനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് മാത്രമേ നിലനിൽക്കാനായിട്ട് അവകാശമുള്ളൂ. യേശുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഓർമ്മകൾ ഈ 12,000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിലനിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം? അവർക്ക് ഭൂമിയോട് എന്തോ പറയാനുണ്ട്. സ്നേഹത്തെക്കുറിച്ച്, മറ്റൊരു ലോകം സാധ്യമാണെന്നതിനെക്കുറിച്ചൊക്കെ ആത്മവിശ്വാസത്തോട് പറയാനായിട്ട് അവർക്ക് എന്തോ ചില കാര്യങ്ങൾ തങ്ങളുടെ പൊക്കണത്തിലുണ്ട്. പൗലോ കൊയ്ലോ പറയുന്ന ഒരു കഥ ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ, കൃഷിക്കാരൻ, അയാൾ മരിച്ചു കഴിഞ്ഞു. അതിനുശേഷം അയാളിങ്ങനെ സ്വർഗത്തിലെത്തുമ്പോൾ മാലാഖ അയാളോട് പറയുകയാണ്, നിങ്ങൾക്കൊരു മകനുണ്ട്, ആ മകനിലൂടെ നിങ്ങളുടെ യശസ് നിലനിൽക്കപ്പെടും. സ്വാഭാവികമായിട്ട് അയാൾ വിചാരിക്കുന്നുണ്ട്, അയാൾക്ക് കവിത എഴുതുന്നൊരു മകനുണ്ട്, അവനിലൂടെ ആയിരിക്കും തൻ്റെ യശസ് നിലനിൽക്കാൻ പോകുന്നതൊക്കെ ഈ മനുഷ്യൻ ധരിക്കുന്നു. എന്നിട്ട് കുറച്ചധികം നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് മാലാഖ ഈ കൃഷിക്കാരനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവരിപ്പോൾ എത്തിയിരിക്കുന്നൊരു മൈതാനത്തിലാണ്. ഇവിടെ എന്തോ ഒരു കാര്യം ആരോ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. കേട്ട മാത്രയിൽ മനുഷ്യർ ഇങ്ങനെ നിലവിളിക്കുകയും മുഖം കരങ്ങൾ കൊണ്ട് മറച്ച് നിൽക്കുകയും കാൽമുട്ടിൽ നിന്ന് വന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് അയാൾ വിചാരിക്കുന്നു, ഈ വാക്കുകൾ തൻ്റെ കവിയായ മകൻ്റെ വാക്കുകളുടെ ആ പ്രതിധ്വനിയിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളതാവണം. ഈ മുഴുവൻ ആ വൈകാരിക പ്രക്രിയയും ഈ വൈകാരിക വ്യത്യാസവും അതയാൾ മാലാഖയോട് പറയുന്നുണ്ട്. എൻ്റെ കവിയായ മകൻ, അവൻ്റെ വാക്കുകൾ കേട്ട്. അപ്പോൾ മാലാഖ പുഞ്ചിരിക്കുന്നു, കവിയായ മകനോ? അവൻ്റെ വാക്കുകളും അവൻ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ അവൻ്റെ കാലത്തിൽ തന്നെ ഇങ്ങനെ ലോകം വിട്ട് കളഞ്ഞു. ഇപ്പോൾ അവർ നമസ്കരിക്കുകയും കണ്ണ് നിറഞ്ഞൊഴുകുകയൊക്കെ ചെയ്യുന്നത് നിൻ്റെ പട്ടാളക്കാരനായ മകൻ പറഞ്ഞ വാക്കിനകത്താണ്. അവൻ അത്തരം എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ള ഒരാളായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അവൻ ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിയുമായി ബന്ധപ്പെട്ടോ ഭാവനയുമായി ബന്ധപ്പെട്ടോ ഒരു കാര്യവും ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അവൻ പറഞ്ഞ എന്ത് വാക്കിനെക്കുറിച്ചാണ് നിങ്ങൾ പറയുക? അപ്പോൾ മാലാഖ പറഞ്ഞു കൊടുത്തു, ഒരു പ്രത്യേക ഒരു സേവനത്തിൻ്റെ ഭാഗമായിട്ട് ഇയാളിങ്ങനെ പാലസ്തീനിലായിട്ട് പോയി. അവിടെ വെച്ച് അയാളുടെ അടിമകളിൽ ഒരാൾക്ക് ഇങ്ങനെ അസുഖം ബാധിക്കുന്നു. അക്കാലത്ത് വളരെയേറെ കേളികേട്ട ഒരു ഗുരുവിൻ്റെ അടുക്കൽ ഈ അസുഖ വാർത്ത അറിയിക്കാനായിട്ട് അയാൾ തൻ്റെ ആ ദാസന്മാർ നിശ്ചയിക്കുന്നു. കേട്ട മാത്രയിൽ ഈ ഗുരു ആ ദാസരോടൊപ്പം ഈ മനുഷ്യൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. അയാൾ ഒരിക്കലും അത് വിചാരിച്ചിട്ടില്ല. അയാൾ കൃത്യമായിട്ട് ആ പുറത്തേക്ക് വന്നിട്ട് ഈ ഗുരുവിനെ തടഞ്ഞിട്ട് പറഞ്ഞു, നീ എൻ്റെ ഭവനത്തിൽ വരുവാനായിട്ട് ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭവനം അനുഗ്രഹീതമാകും, എൻ്റെ ഹൃദയം ശുദ്ധമാകും. ആ വാക്കുകളാണ്, ആ മകൻ പറഞ്ഞ വാക്കുകൾക്ക് മുമ്പിലാണ് ആ മനുഷ്യങ്ങനെ കൈകൂപ്പുകയും കണ്ണ് നിറഞ്ഞുമൊക്കെ നിൽക്കുന്നത്. നമുക്കറിയാം, ഇന്നും ആ ഒരു ലരിൻ ക്രമത്തിൽ കുർബാനയ്ക്കകത്ത് കുർബാന കൈമാറുന്നതിനേക്കാൾ മുമ്പേ ചെയ്യുന്ന ആ പ്രാർത്ഥനയുടെ ഒടുവിൽ ഇങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്, നീ എൻ്റെ ഭവനത്തിൽ വരുവാനായിട്ട് ഞങ്ങൾക്ക് അർഹതയില്ല. അപ്പോൾ എന്തെങ്കിലും തരത്തിലെങ്കിലും ഇങ്ങനെ യേശുവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക്, യേശു എന്ന് പറയുമ്പോൾ യേശു റെപ്രസെൻ്റ് ചെയ്യുന്ന മൂല്യങ്ങളെന്ന് കരുതുന്നതായിരിക്കും നല്ലത്. അവയ്ക്ക് മാത്രമേ ഈ നിലനിൽപ്പുള്ളതായിട്ട് നമുക്ക് തോന്നുള്ളൂ. അല്ലെങ്കിൽ എന്തുമാത്രം പടയോട്ടങ്ങൾ നടന്നിട്ടുള്ള നാടായത്. ഒരുപക്ഷെ കേരളം കണക്ക് ഒരു ചെറിയ രാജ്യത്തിനകത്ത് ഓരോരോ ഇടവേളകളിൽ ഓരോരോ ദേശക്കാരും ഓരോരോ പടയോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടോ അവരിൽ ആരുടെയെങ്കിലും പേരുകൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ഇപ്പോൾ ഭൂമിയുടെ മീതെ ആ ഹിംസയ്ക്കും പടയോട്ടത്തിനും വേണ്ടി ജീവിതം വ്യയം ചെയ്തവർക്ക് ഇല്ല, ഭൂമിയുടെ മനസ്സിൽ ഒരിടവും ഉണ്ടാവില്ല. എന്നാൽ സമാധാനത്തിനും സ്നേഹത്തിനും മനുഷ്യൻ നിലയിലുള്ള വികാസങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയവർക്കുമൊക്കെ എല്ലാ കാലങ്ങളും നിലനിൽപ്പുണ്ട്. എത്രയോ സാർത്ഥവാഹ സംഘങ്ങൾ ഈ ഭൂമിയിലുണ്ടായിരുന്നു. ബുദ്ധപാരമ്പര്യങ്ങളിൽ നിന്നായിരുന്നു തോന്നുന്നു ഇതിൻ്റെ ഒരു കൾച്ചർ ആദ്യം ആരംഭിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആ ഒരു ക്രിസ്തുവിന് മുമ്പ് ലോകത്തിൻ്റെ അതിരുകളിലേക്ക് ഇങ്ങനെ കാൽനടയായിട്ട് ഈ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നടന്നുപോയ മനുഷ്യർ ഇങ്ങനെ ബുദ്ധഭിക്ഷുക്കളായിരിക്കും. തിരക്കുള്ള നഗരങ്ങളിലും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആരവങ്ങൾ മുഴക്കുന്ന അങ്ങാടികളിലൂടെയുമൊക്കെ ഈ മനുഷ്യരിങ്ങനെ നിശബ്ദരായിട്ട് നടന്നു. ഈ നിശബ്ദരായിട്ട് നടക്കുന്ന ഈ മനുഷ്യരുടെ ആ സാന്നിധ്യം ഈ ആരവങ്ങളിൽ പെട്ടുപോയ നഗരങ്ങളെയും ദേശങ്ങളെയും ഒക്കെ വല്ലാതെ സ്പർശിച്ചു. അപ്പസ്തലന്മാരുടെ കാര്യത്തിലും സംഭവിക്കുന്നതാണ്. അവരിങ്ങനെ
ലോകത്തിൻ്റെ അതിരുകളിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ ഈ 12 പേരിൽ യേശു പറഞ്ഞ വാക്ക് അക്ഷരം പ്രതി അനുസരിച്ചിട്ടുള്ളത് ഒരു മിക്കവാറും തോമസ് തന്നെയായിരിക്കണം. ദേശത്തിൻ്റെ അതിരുകളെന്ന് ഒരു കാലത്ത് വിശ്വസിച്ചിരുന്ന ഭാരതത്തിലേക്കാണ് ഈ മനുഷ്യൻ കപ്പൽ യാത്ര ചെയ്യുന്നത്. ദീർഘമായ കാലയളവ് ആവശ്യമുള്ള യാനപാത്രങ്ങളിലൂടെയുള്ള അത്തരം ചില സഞ്ചാരങ്ങളിൽ ഈ മനുഷ്യൻ നമ്മുടെ തീരത്തെത്തുക. നിത്യസഞ്ചാരിയായിരുന്നു ഈ മനുഷ്യൻ, സദാ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. നേരത്തെ പറഞ്ഞ ആ മാരത്താൻ ഓട്ടത്തിന് കാരണമായി മാറിയെന്ന് പറയുന്ന കഥയ്ക്കകത്തെ ആ ദൂതനെ കണക്ക് ഇങ്ങനെ അവസാനത്തോളം ആ ദൂത് പറഞ്ഞ് ഈ മനുഷ്യൻ കടന്നുപോയി. ഇനിയും ഭൂമിയിൽ സദ്വാർത്തയ്ക്ക് ഇടമുണ്ട്. ഇനിയും ഭൂമി ഈ സദ്വാർത്ത വിളിച്ചു പറയുന്നവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വേദപുസ്തകം പറയുന്നത്, മലമുകളിൽ നിന്ന് സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരം. സുവിശേഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കൈവശം കരുതുന്ന ആ കറുത്ത ബൈൻഡിട്ട പുസ്തകം മാത്രമാണ് തെറ്റിദ്ധരിക്കരുത്. ഭൂമിയെക്കുറിച്ച്, ഭൂമിയുടെ നിലനിൽപ്പിനെക്കുറിച്ച് എന്ത് നന്മ പറയാൻ തയ്യാറുള്ള ഏതൊരു മനുഷ്യൻ്റെയും വിശേഷണമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. ഇനിയും ഭൂമിക്ക് സദ്വാർത്ത പറയാനായിട്ട് മനുഷ്യർ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു റിലേ ഓട്ടം കണക്ക് ഇതിനെ എടുക്കാം. ഇത്തിരി ഓട്ടവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ എടുക്കുമ്പോൾ നമുക്കറിയാം, ഒരാളിങ്ങനെ തളരുമ്പോഴേക്കും അയാളുടെ കൈവശമുള്ള ആ ബാറ്റൺ കൈമാറുന്നു. അങ്ങനെ അടുത്ത ആൾ ഈ ഒരു ഓട്ടം ആരംഭിക്കുന്നു. അങ്ങനെ എന്ത് ഓട്ടത്തിലേക്കാണ് നമ്മൾ പ്രേരണയായിട്ട് മാറുന്നത്? എന്താണ് നമ്മൾ കൈമാറിയിട്ട് പോകുന്നത്? സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ സംഘമായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പോഴെങ്കിലും നമുക്കിത്തിരി മുമ്പേ പോകേണ്ട ഒരു ആവശ്യം വരുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം ഇതാണ്, എന്തെങ്കിലും ഒരു ചെറിയൊരു അടയാളം, ഒരു ഇലയോ അല്ലെങ്കിൽ ഒരു കായോ എടുത്തിട്ട് ഇങ്ങനെ പാതയോരത്ത് ഞങ്ങൾ നേരത്തെ കരുതിയിട്ടുള്ള ഒരു ഇടത്തിൽ ഇങ്ങനെ എടുത്തു വെക്കും. അതുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇയാൾക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടെന്നുള്ളതാണ്. ഇത് കണക്ക് ഓരോരുത്തരും കടന്നു പോകുമ്പോൾ അവരെന്താണ് അവശേഷിപ്പിച്ചിട്ട് പോവുക? അതുമൊക്കെ ആ വലിയ സുവിശേഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി വലിയ യാത്രകൾ നടത്തിയ ആ മനുഷ്യൻ്റെ ഓർമ്മ തിരുനാളിന് നമ്മുടെ ധ്യാന വിഷയമാവേണ്ടതല്ലേ? സുവിശേഷങ്ങളിൽ ഒരു 3 തോമസിനെ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. ആ 3 ഇടങ്ങളെ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു വന്ദനം അവസാനിപ്പിക്കാമെന്നാണ് കരുതുക. ഒന്നിങ്ങനെ യേശു അപകടം പിടിച്ചൊരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറാവുക. അവനെ കൊല്ലാനായിട്ട് കൃത്യമായിട്ട് മനുഷ്യ കാത്തിരിക്കുന്ന ഒരിടത്തിലേക്ക് യേശു പുറപ്പെടുന്ന മനസ്സിലാക്കി കഴിയുമ്പോൾ ബാക്കിയുള്ള ശിഷ്യന്മാരിങ്ങനെ പിൻവാങ്ങാനായിട്ട് നോക്കി. അവർ യേശുവിൻ്റെ യാത്രയെ നിരുത്സാഹപ്പെടുത്തിയ. അപ്പോൾ തോമസ് ഇങ്ങനെയാണ് പറയുന്നത്, നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം. ഈ മരണം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചോര ചൊരിയുന്നൊരനുഭവമായിട്ട് മാത്രം നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. വല്ലാത്തൊരു വാഴ്ത്ത് ഇങ്ങനെ ചൊരിയപ്പെടുന്ന രക്തത്തിന് ലോകമെമ്പാടും ഇപ്പോൾ കിട്ടുന്നുണ്ട്. വാസ്തവത്തിൽ യേശുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ യേശുവിന് മരിക്കുക എന്ന് പറയുന്നത് ഏകദേശം ഒരേ കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സെൻ്റ് ആനിനെയൊക്കെ അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. സെൻ്റ് ആനിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇങ്ങനെ യേശുവിന് വേണ്ടി രക്തസാക്ഷിയാവുക എന്നുള്ളതായിരുന്നു. ഒരു ആശ്രമത്തിൽ ഇങ്ങനെ അതിഥികളെ സ്വീകരിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ചെറുപ്പക്കാരനായിരുന്നു അയാൾ. തൻ്റെ അടുക്കലേക്ക് വന്ന കുറച്ച് സന്യാസികളെ ഏറ്റവും നല്ല ആതിഥ്യത്തോടുകൂടി, ഉപചാരത്തോടുകൂടി ഈ മനുഷ്യൻ അയക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ അവരിങ്ങനെ വെള്ളയൊക്കെ പതച്ചാൽ മടക്കി വരുന്നത്. അവരെല്ലാം കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ മനുഷ്യൻ തീരുമാനിക്കുകയാണ്, ഇവരെ കണക്ക് തന്നെ ഞാനിങ്ങനെ രക്തസാക്ഷിയാകാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടിയായിരിക്കും ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നത്. പക്ഷെ പല ആവർത്തി തങ്ങൾക്ക് കൂടുതലായ അപകടമുണ്ടെന്ന് കരുതുന്ന ഈ ഇടങ്ങളിലേക്ക് പോകാനുള്ള ഈ മനുഷ്യൻ്റെ യാത്ര തടസ്സപ്പെടുകയും പിന്നീട് ഈ യാത്രകൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിതം കൊണ്ടിങ്ങനെ യേശുവിന് സാക്ഷ്യം കൊടുക്കാമെന്ന് പറഞ്ഞ അനുഭവത്തിലേക്ക് സെൻ്റ് ആനി മാറിയ കഥയുമൊക്കെ നമുക്കറിയാവുന്നതല്ലേ. ഇങ്ങനെ മരിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ അവനവൻ്റെ ചില താല്പര്യങ്ങളോട് മരിക്കുക, പ്രിയങ്ങളോട് മരിക്കുക, അഹത്തോട് മരിക്കുക എന്നൊക്കെ എന്തുമാത്രം അർത്ഥമുണ്ട്. വെറുതെ ചോര ചൊരിയുന്നൊരു കാര്യത്തിന് വേണ്ടിയാണ് ഇത്രയും വാഴ്ത്തെങ്കിൽ എന്തിനായിരിക്കണം യേശു ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ഒരു ദേശത്ത് പീഡിപ്പിക്കപ്പെടുമ്പോൾ മറ്റൊരു ദേശത്തേക്ക് ഓടിപ്പോവുക. അപ്പോൾ ആവേശങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ തർക്കങ്ങളിൽ നിന്നുള്ള ഇത്തരം ചോര ചൊരിച്ചിലുകളെ ഒന്നും ഗുരുക്കന്മാർ ഒരു തരത്തിൽ നീതീകരിച്ചിട്ടില്ല. നമ്മൾ രക്തസാക്ഷികളെന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും ഇങ്ങനെ അമിതാവേശത്തിൻ്റെ ഇരകളായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിപ്പം മതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും ഒക്കെ ഇങ്ങനെ കുറേ കൂടി ഈ ജീവിച്ചുകൊണ്ട് മരിക്കുക എന്നൊരു സംഭവമുണ്ട്. അതുകൊണ്ടായിരിക്കും ഖുറാനകത്ത് നല്ലൊരു വാക്കുണ്ട്, ഡൈ ബിഫോർ യു ഡൈ. ഈ മരിക്കുന്നതിന് മുമ്പ് മരിക്കുക എന്ന് പറയുക. ഒരുപക്ഷെ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഒരു
ഖുർആനുമൊക്കെയായി ബന്ധപ്പെട്ടൊരു പരിചയത്തിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് ആ വരിയാണ്. ഇങ്ങനെ മരിക്കുന്നതിന് മുമ്പ് മരിക്കുക അത്ര എളുപ്പമൊന്നുമല്ല. മരിക്കുന്നതിന് മുമ്പ് മരിച്ച ഒരു മനുഷ്യന് വളരെ കുഞ്ഞ് ഇങ്ങനെ പക്ഷിത്തൂവൽ കണക്കൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ, കനം കുറഞ്ഞ ജീവിതം ഉണ്ടാകത്തുള്ളൂ. പക്ഷെ നമുക്ക് അതിന് തയ്യാറല്ല, നമ്മളതിൻ്റെ വഴിയിലുമല്ല. അപ്പോൾ നമുക്കിങ്ങനെ അവനോടൊത്ത് പോയി മരിക്കാമെന്ന് പറയുന്ന ഒരിടത്താണ് ആദ്യമായിട്ട് ഈ തോമസിൻ്റെ ശബ്ദം വേദപുസ്തകത്തിൽ നമുക്കിങ്ങനെ മുഴങ്ങിക്കിട്ടുന്നത്. പിന്നീട് തിരുവത്താഴ് മേശയിൽ ഇരുന്നു കൊണ്ട് യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ കുറേ അധികം മുറികളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മുറിയൊരുക്കാൻ വേണ്ടി ഞാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ, അവിടേക്കുള്ള വഴി നിങ്ങൾക്കറിയാമെന്നൊക്കെ പറയുമ്പോഴേക്കും അതിനെയും ഇങ്ങനെ തോമസ് ഇങ്ങനെ കൺഫണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങ് എവിടേക്കാണ് പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ, പിന്നെ വഴി എങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനകത്ത് ഒരു വളരെ സത്യത്തിൻ്റെ ഒരു അംശമുണ്ട്. അതിങ്ങനെ വളരെ ലളിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിടുത്തമില്ലാത്തൊരു കാര്യത്തെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാതെ അതിങ്ങനെ തുറന്നു ചോദിക്കാനായിട്ട് കാണിച്ചൊരു ആർജവമൊക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറമായിട്ട് വല്ലാത്തൊരു അന്വേഷണത്തിൻ്റെയൊക്കെ ഒരു പ്രതലം ഈ മനുഷ്യരുണ്ട്. പക്ഷേ ഈ 12 പേരിൽ ഈ വല്ലാത്ത ഇങ്ങനെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തൻ്റെ ജീവിതത്തെ ഇങ്ങനെ വിട്ടുകളഞ്ഞ, ഇങ്ങനെ ചരട് പൊട്ടിച്ചൊരു പട്ടം കണക്ക് വിട്ടുകളഞ്ഞൊരു മനുഷ്യനായിട്ടൊക്കെ തോമസ് അനുഭവപ്പെടുക. അപ്പോൾ തോമസിനോടാണ്, അല്ലെങ്കിൽ തോമസ് ഉയർത്തിയ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇങ്ങനെ യേശു പറയുന്നത്, തോമസ് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. പക്ഷേ യേശു മൊഴികളിൽ കാര്യമായ വേദപുസ്തക പരിചയമില്ലാത്തവർ പോലും കേട്ടുള്ള ഒരു വാക്ക് അത് തന്നെയായിരിക്കും, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഒരുപക്ഷെ ഈ മാർഗവാസികളെന്നൊക്കെ ഈ ദേശത്തെ ആ ക്രൈസ്തവർക്ക് പേരുണ്ടായിരുന്നതൊക്കെ കാരണം അത് തന്നെ, ഇങ്ങനെ വഴി എന്ന് പറയുന്ന സംഭവം. സെൻറ്റ് തോമസിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞ് ഒരു നമ്മുടെ പൊതുവായ സുവിശേഷങ്ങളിൽ പെടാത്ത അത്തരം കുറേ സുവിശേഷങ്ങളുടെ കഥയൊക്കെ ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, പല പ്രാവശ്യം നമ്മൾ പരാമർശിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് യേശു പറയുന്ന ഒരു കാര്യം ഇതാണ്, തോമസ് വഴിപോക്കനാവുക. ഒരു നിരന്തരമായിട്ടുള്ളൊരു വഴി അനുഭവം എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. ഇതിനൊരു വേ ഓഫ് ലിവിങ് എന്ന നിലയിലും കണക്കാക്കിയാൽ നല്ലതാണ്. വാസ്തവത്തിൽ യേശു ഒരു ജീവിതശൈലിയുടെ പേരാണ്, ഒരാൾ സഞ്ചരിക്കേണ്ട ഒരു ജീവിത രീതിയുടെ പേരാണ് യേശു. അപ്പോൾ അതൊരു പുതിയൊരു മതക്രമമോ പുതിയൊരു ആചാരക്രമമോ അല്ല, മറിച്ച് പുതിയൊരു വേ ഓഫ് ലിവിങ് ആണ് യേശു എന്ന് പറയുന്നത്. അഷ്ടഭാഗ്യമൊക്കെ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മറ്റൊരു ലോകക്രമം സാധ്യമെന്ന ആണെന്നല്ലേ അത് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ രണ്ടതാണ് നമ്മളിങ്ങനെ ശരിക്കും ഒരുപക്ഷേ വളരെ വൈകി അടുത്ത കാലത്തൊക്കെ ഇങ്ങനെ ക്രിസ്തീയതയിലേക്ക് വന്ന കുറച്ചിങ്ങനെ ദളിത് പാരമ്പര്യമുണ്ടെന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യർ ഇത്തിരി എന്താ പറയുക ആദരവില്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു വാക്കാണ് ഈ മാർഗം കൂടിയർ എന്നൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ ഇതിനേക്കാൾ ഭംഗിയുള്ള ഒരു പദം വേറെയില്ല. ഒപ്പം ഇതിനകത്തൊക്കെ ഉള്ള നമ്മുടെ ഒരു വല്ലാത്ത ധാർഷ്ട്യം കൂടി എടുത്താൽ നല്ലതാണ്. നമ്മൾ ഈ പഴയ നിയമത്തിൽ ഒരു ജനതയെ കണക്കാണ്, അവരെക്കുറിച്ച് യേശു പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അബ്രഹാം ഇങ്ങനെ പിതാവായിട്ടുണ്ടാകും, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാത്തെ മക്കളെ ഉണ്ടാക്കാൻ പറ്റും. അത് വാസ്തവത്തിൽ നമ്മളിങ്ങനെ കേരളത്തിൽ ഇരുന്ന് വായിക്കേണ്ടത് ഇങ്ങനെയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് തോമസ് പിതാവായിട്ടുണ്ടാകുമെന്ന്, ഈ കല്ലുകളിൽ നിന്ന് ഇങ്ങനെ തോമസിന് മക്കളുണ്ടാക്കാനായിട്ട് എനിക്ക് പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങളുടെ മീതെ ഇങ്ങനെ കേളി പറഞ്ഞും മഹത്വം പറഞ്ഞും നമ്മുടെ വർത്തമാനകാലത്തിൻ്റെ ആ ഒരു ചലഞ്ചുകളെ, വെല്ലുവിളികളെ, ആ യേശു ജീവിതം ആവശ്യപ്പെടുന്ന ആ ചില പ്രത്യേക പരിഗണന കാണാതെ പോകുന്നുണ്ട്. അപ്പോൾ രണ്ടിതാണ് ഇങ്ങനെ ആ യേശു മാർഗമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊരു ഭാഗം. പിന്നെ സ്വാഭാവികമായിട്ട് തോമസുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഉപയോഗിക്കുന്നൊരു വാക്കുണ്ടല്ലോ, ഡൗട്ടിങ് തോമസ്, ഇങ്ങനെ സംശയിക്കുന്ന തോമസ് എന്ന് പറയുന്നത് തോമസ്, ഡൗട്ടിങ് തോമസ്. അതൊരു ശൈലി ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ഈ മനുഷ്യൻ്റെ ഒരു ജൈവികമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന വിശ്വാസത്തുമൊക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണ്. മനുഷ്യനിങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം കണക്ക് സംശയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ സംശയിക്കുന്നത്. അനുദിന ജീവിതത്തിലൊക്കെ ഇങ്ങനെ സംശയത്തിൻ്റെയൊക്കെ കെണിയിൽ പെട്ടു പോകുന്ന മനുഷ്യരോട് നമുക്ക് തോന്നുന്നൊരു അനുഭാവവും ഒരു ഒക്കെ അതിന് കാരണം ഇതാ. വാസ്തവത്തിൽ അവർ സ്നേഹമില്ലാത്ത മനുഷ്യരൊന്നുമില്ല, അവർ അത്രയും സ്നേഹിച്ചത് കൊണ്ട് അവർക്കിങ്ങനെ ആ സ്നേഹം കൊണ്ട് അവരൊരു തരം ഭ്രാന്തിലേക്ക് എത്തുന്ന വിത്തലുണ്ട്. അപ്പോൾ ഈ സംശയം എന്ന് പറയുന്നൊരു കാര്യത്തിന് എന്തോ ഒരു നിലനിൽപ്പുണ്ട്. വാസ്തവത്തിൽ ഭൂമിയിലുള്ള മിക്കവാറും കാര്യങ്ങളുടെ ഒരു കണ്ടെത്തലുകൾക്ക് പിന്നിൽ ഈ സംശയങ്ങളാണ്. ജീവിതം കുറേ കൂടി യുക്തിഭദ്രമാകുന്നതിൻ്റെയൊക്കെ അടയാളമാണ്. പലപ്പോഴും യുക്തിഭദ്രമല്ലാത്ത ചില കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ 12,000 വർഷം പഴക്കമുള്ള ഈ ഒരു ധർമ്മത്തിൽ നിന്ന് ഇങ്ങനെ മനസ്സുകൊണ്ടൊക്കെ ചിലപ്പോഴും അകന്നു പോകാൻ കാരണം ഇപ്പോൾ അവിടെയും ഇവിടെയൊക്കെ തെളിഞ്ഞും മറഞ്ഞുമൊക്കെ ഉണ്ടാകുന്ന ചില യുക്തിഭദ്രതയില്ലാത്ത ചില വിചാരങ്ങളും ചില സങ്കല്പങ്ങളും ഒക്കെ ആയിട്ട് അതിനോടുള്ള അമർഷം കൊണ്ടാണ്.
കുറേ കൂടി ഇങ്ങനെ യുക്തിഭദ്രമുള്ള ഒരു ജീവിതത്തിൻ്റെയൊക്കെ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെയൊക്കെ ഒരു ആരംഭ പദമായിട്ടൊക്കെ തോമസിനെ കണ്ടാന്നല്ല. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു വല്ലാത്തൊരു സംശയം മുഴക്കുന്നുണ്ട്. അവനെ ഉയർത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ വിലാവുകൾ കാണട്ടെ ഞാൻ. അങ്ങനെ തൊട്ട് വിശ്വസിക്കാമെന്ന് തന്നെ പറയുന്നത്. അയാൾ തൊട്ടോ തൊട്ടില്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ യേശു ഈ ഒരു വാതുവെപ്പിൽ ഇങ്ങനെ ഇയാൾക്ക് വേണ്ടി തോറ്റു കൊടുക്കുകയാണ്. സ്നേഹത്തിൽ ഇങ്ങനെ തോറ്റു കൊടുക്കുന്നതിനകത്ത് എന്താ കുഴപ്പം? ഒരു തരത്തിൽ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാവുന്നൊരു കാര്യമാണ് പിന്നീട് നടക്കുന്നത്. തോമസേ വരൂ, എൻ്റെ ക്ഷതങ്ങൾ കാണും, എൻ്റെ വിലാവിലേക്ക് കരങ്ങളിടാനാണ് പറയുന്നത്. ബാക്കിയുള്ള അപ്പോസ്തലന്മാർക്കൊക്കെ ഒരുപക്ഷെ യേശുവിൻ്റെ തൊലിപ്പുറത്തേക്കായിരിക്കും ഒരു അനുഭൂതി കിട്ടിയിട്ടുള്ളത്. രണ്ട് പേർക്കായിരിക്കും ഇങ്ങനെ യേശുവിൻ്റെ വിലാവിലേക്ക് നോക്കാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവുക. അതിങ്ങനെ യോഹന്നാനെ നമ്മൾ നിശ്ചയമായിട്ടും വായിച്ചെടുക്കുന്നുണ്ട്. അവൻ്റെ വിലാവിലേക്ക് നോക്കിയെന്നൊരു മനുഷ്യനായിട്ട്, അവൻ്റെ വിലാവിൽ നിന്ന് രക്തവും ജലവും ഒഴുകിയായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരുപക്ഷെ ഈ വിലാവിനെ ധ്യാനിച്ചിട്ടുള്ള മനുഷ്യൻ തോമസ് ആയിരിക്കണം. ആ വിലാവെന്ന് പറയുന്നത് ഇങ്ങനെ സ്നേഹത്തിൻ്റെ ഉറവയാണ്. നമ്മുടെ ചെറിയ ചെറിയ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള സ്നേഹത്തിൻ്റെ ഈർപ്പം മുഴുവൻ ഈ ഉറവയെന്ന് വന്നിട്ടുള്ളതാണ്. ആ വലിയ ഉറവയിലേക്ക് ഈ മനുഷ്യന് കാഴ്ച കിട്ടുകയാണ്. എന്നിട്ടും യേശു ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്: തോമസേ, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ എത്രയോ അനുഗ്രഹീതർ. അത് നമുക്കുള്ള വാഴ്ത്ത. 2000 വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയി ഈ മനുഷ്യനോ അല്ലെങ്കിൽ ഈ മനുഷ്യന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് നസറത്തിലെ യേശു എന്ന് പറയുന്ന ആ മരപ്പണിക്കാരനെയോ ആ മരപ്പണിക്കാരന് വേണ്ടി ദേശത്തിൻ്റെ അതിരുകളോളം ഓടിയ മനുഷ്യരൊന്നും നമുക്കറിയില്ല. എന്നിട്ടും നമ്മുടെ കാലത്തിൽ ജീവിക്കുന്ന കണക്ക് എത്ര ഹൃദയപൂർവ്വമാണ് നമ്മൾ ആ നാമം ഉരുവിടുന്നത്, എത്ര വർത്തമാനത്തിലാണ് ഓരോരുത്തരും അവരുടെ സുവിശേഷം വായിക്കുന്നത്. നമുക്കുള്ള വാഴ്ത്ത അത്. കാണാതെ വിശ്വസിച്ച നമുക്കുള്ള വാഴ്ത്ത്. സ്തുതിയായിരിക്കട്ടെ. ജീവിതം പ്രഭാമയം സന്നിധാനം